الله سره وإلى حضرة تاج الهند خواجة معين الدين الجستي الأجميري السنجري قدس الله سره وإلى حضرة السيد شريف المدني الأولالي قدس الله سره وإلى حضرة السيد حسن السقاف قدس الله سره خصوصا إلى حضرة شيخنا وكتبنا اللهم ثم إلى حضرة شيخنا ومشائخ مشائخنا إلى حضرة عبد الرحمن البخاري الأولالي قدس الله سره العزيز اللهم ثم إلى حضرات جميع مشائخنا ومشائخ مشائخنا وإلى أرواح جميع المؤمنين والمؤمنات زدهم فضلا على فضلهم لديك اللهم أفض علينا من فيولاتهم وسلك بنا مسالك كراماتهم اللهم أمدنا بمددهم اللهم انصرنا بنصرهم اللهم احمينا بحماياتهم اللهم بحقهم وبجاههم وبمددهم وبكشفهم وبكراماتهم وبعزهم اللهم بارك لنا في تعلمنا وتعليمنا وفي سعينا اللهم بارك لنا في مجلسنا هذا اللهم بارك لنا في أمرنا هذا اللهم بارك لنا فيما نحن فيه وفيما نطلبه يا رب العالمين اللهم زدنا لا تنقصنا اللهم زدنا لا تنقص لنا اللهم زدنا يا حي يا قيوم يا ذا الجلال والإكرام اللهم يا واهب الخير والجود اللهم يا مفتح الأبواب افتح علينا فتحا قريبا يا فتاح يا عليم يا من بيده مقاليد الخير كلها وإليك يرجع الأمر كله يا فتاح يا عليم اللهم يا ذا العرش المجيد اللهم اغفر لنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر لنا واغفر لميتنا اللهم اغفر لميتنا اللهم اغفر لميتنا ولحاضرنا ولشاهدنا ولغائبنا يا الله يا الله يا غافر المذنبين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞി അഹമ്മദ് ഹാജി ദേറളക്കട്ടെ, ഏഷ്യൻ ഹാജി ദേറളക്കട്ടെ തുടങ്ങിയ ഉമറ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഗതം. നമുക്ക് പരിപാടി ആരംഭിക്കുന്നു. ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ സഅദി അവർകളെ മുൻനുടി ഭാഷണത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ಹೊರರು ಯಾರಾದರೂ ಬಂದಿದ್ದಲ್ಲಿ ವೇದಿಕೆಗೆ ಹತ್ತಿ ಕುಳಿತುಕೊಳ್ಳಬೇಕು ಅಂತ കേൾക്കൊള്ളുന്നത്. പുതിയാപ്പിളമ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആടെ വേദിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله ما بعد. بسم الله ما شاء الله كان وما لم نشأ لم نكن لا حول ولا قوة إلا بالله العلي المنان. الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت هيلتي يدركني ബഹുവന്യരായ സയ്യിദുന ആദൂർ
സയ്യിദ് അഷ്റഫ് സഖാഫ് തങ്ങളവറുകളെ, ഷെയ്ഖുന വാലമണ്ടൂർ ഉസ്താദ്, സുന്നി പ്രസ്ഥാനത്തിന്റെ ഉമറാ നേതാക്കളായ ഉഞ്ഞിയാജി, യേശന്നാജി അടക്കമുള്ള നേതാക്കളെ, സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക നേതാക്കളായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ESYSന്റെ പ്രവർത്തകന്മാരെ, സ്നേഹികളെ, ESSF ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അടങ്ങിയ സംഘടനാ പ്രവർത്തകന്മാരെ, ഇവിടെ ഇന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലുവെക്കുന്ന പുതിയ ഏപ്പിളമാരെ, പുതുനാട്ടികളെ, വരെ കുടുംബക്കാരെ, അവരുടെ മഹല്ലുകളിൽ നിന്ന് വന്ന ഖതീബ്, മുഅദ്ദിൻ, ഉസ്താദുമാരെ, അവിടെയുള്ള ജമാഅത്ത് നേതാക്കളെ, ESYS മുടിപ്പൂ സെന്റർ 5 വർഷത്തോളമായി സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹ വിവാഹങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ സമൂഹത്തിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മുഴുവൻ ദീനീ സ്നേഹികളും ഈ സംരംഭത്തിലേക്ക് ഒന്ന് കൈകോർക്കാൻ എല്ലാവരും ആഗ്രഹിക്കുകയും ഇതിന്റെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരികയാണ്. അല്ലാഹു തക്കതായ പ്രതിഫലം എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ടത് നിക്കാഹാണ്. ഈ നിക്കാഹ് നടത്താൻ ബഹുമാനപ്പെട്ട സുന്നി പ്രസ്ഥാനത്തിലെ നേതാവ് മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. നേരത്തെ നമ്മുടെ ജില്ലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാപരമായ മീറ്റിംഗ് മംഗലാപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൽപ്പനേരം കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലേക്ക് മഹാനവറുകൾ കടന്നു വരുമ്പോൾ നമുക്ക് സംഘാടകർക്ക് ആവേശവും സന്തോഷവുമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ സിദ്ദീഖ് സഖാഫി
ഉസ്താദ് അവറുകള്, ദക്ഷിണ കന്നഡ ജില്ലാ സെക്രട്ടറിയും മുടിപ്പൂ സെന്ററിലെ SYSന്റെ നെടുന്തൂണുമായ സിദ്ദീഖ് സഖാഫി അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ കല്യാണം എന്റെ വീട്ടിലുള്ള കല്യാണത്തിനേക്കാൾ ഭംഗിയാവണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും പരിശ്രമിക്കണമെന്ന് ഉണർത്തിയത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട് നാം 5 കൊല്ലമായി ഇവിടെ ഇതുപോലെയുള്ള ചടങ്ങുകൾ, സമൂഹ വിവാഹങ്ങൾ നാം നടത്തി വരികയാണ്. കർണാടക സംസ്ഥാനയിലെന്നല്ല, കേരളത്തിലും വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സുന്നി പ്രവർത്തകന്മാർക്കും ഈ പരിപാടി അറിഞ്ഞുകൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 28-ാം തീയതിയിലെ മുടിപ്പൂലെ പരിപാടിയിൽ നിങ്ങൾ സംബന്ധിക്കുകയില്ലേ എന്നോ സൗദിയിൽ നിന്നോ പലരും ഞാൻ ഇന്നലെ യാത്ര കഴിഞ്ഞ് എത്തുന്നതിന്റെ മുമ്പ് എന്നോട് ഫോൺ വിളിച്ച് നമ്മുടെ സംഘാടകർ പറയുകയുണ്ടായി, ഇവിടെയുള്ള പ്രവർത്തകന്മാരെക്കാൾ ഏറെ ആവേശം ഗൾഫ് രാജ്യത്തുള്ള നമ്മുടെ സുന്നി പ്രവർത്തകന്മാർക്കാണ് എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിപാടിയുടെ മൂല്യം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും വേണ്ടതാണ്. മഹത്തായ SYS എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാകട്ടെ, അവരുടെ ബറക്കത്ത് നമ്മുടെ ഈ മജ്ലിസിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും സദാ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ നേതൃത്വത്തിൽ SYS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലവിൽ വന്നു. യുവാക്കൾക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി സുന്നി മക്കള് ആദർശം വിട്ട് ബിദഈലേക്ക്, ബിദഈ പ്രസ്ഥാനക്കാരുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും വായിച്ചുകൊണ്ട് ഒഴുകിപ്പോകുമ്പോൾ പിടിച്ചു കെട്ടാൻ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് SYS. അതുപോലെ വിദ്യാർത്ഥി മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും വിദ്യാർത്ഥികളെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്താനും രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് SSF. SYS ഉലമാക്കളും ഉമറാക്കളും ചേർന്നുകൊണ്ട് അന്ന് മഹത്തായ സംഘടന കേരളത്തിൽ നിലവിൽ വന്നെങ്കിൽ ആ പ്രസ്ഥാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മൂലകളിലും എത്തിയതിന്റെ പ്രവർത്തന ശക്തമായപ്പോൾ കർണാടകയിലും ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിന്റെ സന്ദേശം എത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുമ്പോൾ നമ്മുടെ കർണാടക സംസ്ഥാനയില് 25 വർഷം പിന്നിടുമ്പോൾ കർണാടക സംസ്ഥാനയിലെ ദക്ഷിണ കന്നഡ
ESYSന്റെ സന്ദേശം എത്തിക്കാനും അവിടെ ശക്തമായി പ്രവർത്തിച്ച് വരാനും പ്രവർത്തിച്ച് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയാകുന്ന ദക്ഷിണ കന്നഡ ജില്ല 27 സെന്ററുകളായി ഓഹരി വെച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങളോ സാന്ത്വന പ്രവർത്തനങ്ങളോ ആദർശ പ്രഭാഷണങ്ങളോ മറ്റുമെല്ലാം നമ്മുടെ ജില്ലകളിൽ 27 സെന്ററുകളിൽ നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് KC റോഡ് ഉസ്താദ് അവറുകള് നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني. ആദരണീയരായ സാദാത്യങ്ങൾ, നമ്മുടെ എല്ലാമായ ശൈഖുന സുൽത്താനുൽ ഉലമ, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, സംഘടനാ പ്രവർത്തകർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 13 ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും വിവാഹ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സദസ്സാണിത്. നമുക്ക് വളരെ സന്തോഷം ഉണ്ട്. കാരണം മുസ്ലിം ഇന്ത്യയുടെ അവസാനത്തെ വാക്കായ സമസ്തയുടെ അധിപന്മാരായ മുഷാവറ അംഗങ്ങൾ നമ്മുടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ കാർമ്മികത്വത്തിലാണ് ഇന്ന് ഈ ഭാഗ്യവാന്മാരുടെ നിക്കാഹ് നടക്കുന്നത്. തീർച്ചയായിട്ടും അത് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. എന്നോടൊരു സുഹൃത്ത് വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഒരു നിക്കാഹ്
ഉസ്താദിനെ കൊണ്ട് ആ മജ്‌ലിസിൽ നടത്തി തരുമോ? ഞാൻ 1 ലക്ഷം റുപ്യ തരാം. പക്ഷെ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വകുപ്പില്ല. കാരണം നീ ഏറ്റവും പാവപ്പെട്ട ഒരു പെൺകുടിയെ നിക്കാഹ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം, 1 ലക്ഷം റുപ്യ വേണ്ട. കാരണം അത്രത്തോളം സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗ്യം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SYS മുടിപ്പ് സെന്റർ ഇതൊരു സെന്ററിന്റെ പരിപാടിയാണ്. കർണാടകയിൽ SYS ബ്രാഞ്ച്, സെന്റർ, ജില്ല, സ്റ്റേറ്റ് എന്നുള്ള 4 ഘടകങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരിസരത്തുള്ള 16ഓളം ശാഖകൾ കൂടിയിട്ടുള്ള ഒരു സെന്ററാണ് മുടിപ്പ് സെന്റർ. ഈ മുടിപ്പ് സെന്ററിൽ ഉള്ള പ്രവർത്തകർ ബഹുമാനപ്പെട്ട SK അബ്ദുൽ ഖാദിർ ഹാജി പോലെയുള്ള ഉമറാക്കളും അതുപോലെ തന്നെ ഉലമാക്കളും കൈകോർത്തുകൊണ്ട് സംഘടനയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അൽഹംദുലില്ലാഹ് 5 വർഷമായി ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ നടത്തി വരുന്നു. ഇന്ന് 13 ജോഡി വിവാഹം നടക്കുമ്പോൾ ഈ മുടിപ്പ് സെന്ററിൽ വെച്ചു 45 ദമ്പതികളാണ് വിവാഹ പരിപാടിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടത് SYS എന്നുള്ള സംഘടന കർണാടകയിൽ വളരെ ശക്തിയായി വരുന്നുണ്ട്. ഈ വിവാഹം എന്നുള്ളത് ഇത് SYSന്റെ പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ വിഷയമാണ്. ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കർണാടകയിൽ നടക്കുന്നുണ്ട്. ഈയിടെ വിനീതനായ ഞാൻ ജില്ലാ SYSന്റെ വാർഷിക കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചില സെന്ററുകളിൽ നടന്ന മാത്രം കാരുണ്യ പ്രവർത്തനത്തിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ 2 കോടിയിലധികം വെറും കാരുണ്യ പ്രവർത്തനത്തിനായി നീക്കിവെച്ചത് കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമാകും. ഞാനിത് പറയുന്നത് ഈ സമൂഹത്തിലെ എല്ലാ ഉമറ നേതാക്കൾ, ഇന്ന് ഇവിടെ ഒരുപാട് മഹല്ലത്തുകളിൽ നിന്ന് വന്ന ഒരുപാട് നേതാക്കളുണ്ട്. 13 വിവാഹം ഇവിടെ നടക്കുമ്പോൾ 26 മഹല്ലത്തിന്റെ പ്രതിനിധികൾ നിർബന്ധമായിട്ടും വരുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ സമൂഹത്തിലെ ഉമറ കണ്ണു തുറക്കേണ്ടതുണ്ട്. നാം എല്ലാ മഹല്ലത്തുകളിലും എല്ലായിടങ്ങളിലും SYS രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ഒരുപാട് പാവങ്ങൾക്ക്, ഒരുപാട് വിഷമത്തിൽ കഴിയുന്നവർക്ക് നമ്മൾക്ക് കൈപിടിക്കാൻ കഴിയും, അവർക്ക് അത്താണിയാകാൻ നമുക്ക് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിവാഹ ചടങ്ങ് മാത്രമല്ല നടക്കുന്നത്. ദക്ഷിണ കന്നഡ ജില്ലാ SYS 100 ദിവസത്തിന്റെ പരിപാടി നടത്തി. അതിൽ 60 ദിവസം പൂർത്തിയായി. ഇനി 40 ദിവസത്തിന്റെ പരിപാടികൾ മുഴുവനും സമൂഹത്തിന് വേണ്ടിയുള്ളത് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്, വെള്ളം വളരെ അഭാവമായ ഈ കാലത്ത് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി വെള്ളത്തിന് വിഷമിക്കുന്നവർക്ക് വെള്ളത്തിന്റെ സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗാശയയിൽ കഴിയുന്നവർക്ക്, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവർക്ക്, ഇങ്ങനെ ഒരുപാട് ആരോഗ്യപരമായിട്ടും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നടത്തുന്നുണ്ട്. ഈ ജില്ലാ സമിതി തീരുമാനിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് നടത്തുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഈ മുടിപ്പ് സെന്ററിൽ തന്നെ ഈ 13-ൽ പെട്ട ഒരു പെൺകുടിയുടെ വീട് ഞങ്ങൾ പോയി കണ്ടപ്പോൾ, ഇന്ന് വിവാഹം നടക്കുന്ന ആ വീട് ഞങ്ങൾ പോയി കണ്ടപ്പോൾ ആ വീട് വീണ് തകരാൻ അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയിട്ട് വിവാഹം ഇന്ന് നടക്കുന്നു, അവരെ വീടിൽ യാതൊരു സൗകര്യമില്ല, ഒരു ഇരിക്കാനുള്ള ഒരു വ്യവസ്ഥയില്ല, ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ കണ്ടിട്ട് SYSന്റെ പ്രവർത്തകരുമായി പോയി അവർക്കുള്ള വീട് പരമാവധി നന്നാക്കി കൊടുത്തുകൊണ്ട് അവിടേക്ക് വേണ്ടുന്ന ഫർണിച്ചേഴ്സുകൾ നാം സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അവിടെ വിവാഹം ഇന്ന് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താനുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്താണ്. എല്ലാവരും ഒന്നുകൂടി മനസ്സിലാക്കണം, നാം എല്ലാവരും SYSന്റെ മെമ്പർമാരാകണം, SSFന്റെ മെമ്പർമാരാകണം. തീർച്ചയായിട്ടും നമുക്ക് മരിക്കുന്നതിന് മുമ്പ്, നമുക്ക് ആ മരണവേളയിൽ നാം ഒരു SYSന്റെ പ്രവർത്തനായി മരിക്കണം. നാം സ്മരിക്കുന്നു, ഹാജി ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് 4 ദിവസത്തിന് മുമ്പ് മരണപ്പെട്ടു. നമ്മുടെ ഈ
ഈ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത വീടാണ് ഇസ്മായിൽ മുസ്ലിയാർ. അയാള് 11:30 മണി വരെ ഫോണിൽ സംസാരിച്ചത് SYSന്റെയും ഈ വിവാഹത്തിന്റെ സംഭവമായിരുന്നു. അങ്ങനെ 1 മണിയോടുകൂടി അയാൾ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ വേദിയുടെ എല്ലാ സന്തോഷവും അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നരായ ഉസ്താദന്മാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്മായിൽ മുസ്ലിയാർ 4 വർഷങ്ങളിലും ഞങ്ങളെ കൂടെ പ്രവർത്തിച്ച ആള് ഇന്ന് ഞങ്ങളുടെ വേദിയിലില്ല. അതുപോലെ തന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച SSFന്റെ ഒരു പ്രവർത്തകൻ അബൂ സാലിഹ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആളായിരുന്നു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ. അതിലേറെയും നമുക്ക് സ്മരിക്കാനിരിക്കുന്നത് നമ്മുടെ എല്ലാമായ കർണാടകയെ കർണാടകമാക്കിയ ഇവിടുത്തെ ഉലമാഇനെ വാർത്തെടുത്ത സുന്നത്ത് ജമാഅത്തിൽ കൈപിടിച്ച് നമ്മെ മുന്നോട്ട് കൊണ്ടുപോയ ശൈഖുന താജുൽ ഉലമാ തങ്ങൾ ഇന്ന് നമ്മളോട് കൂടെയില്ല. ഇൻഷാ അല്ലാഹ് അവരെല്ലാം ഈ മജ്ലിസിൽ വെച്ച് സ്മരിക്കപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞാൻ മരിക്കുന്നത് ഒരു SYSന്റെ മെമ്പറായിട്ട് മരിക്കണം. അതിലൂടെ നമുക്ക് ഭാഗ്യം കിട്ടണം. ഒരുപാട് നമ്മുടെ നേതാക്കളുടെ ദുആ നമുക്ക് വേണം എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടു ഞാൻ നിർത്തുന്നു. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ ശൈഖുന സുൽത്താനുൽ ഉലമ, ഞാൻ എങ്ങനെ പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ശൈഖുനയെ കുറിച്ച് പറയാൻ ഞാൻ അർഹരല്ല. ലോകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശൈഖുന സുൽത്താനുൽ ഉലമ ഈ വിവാഹത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഡേറ്റ് തന്നു. എന്തിനു വേണ്ടി? ശൈഖുന നമുക്കറിയാം, നാം മുന്നാനായിരിക്കാം പ്രവർത്തനം തുടങ്ങിയത്. ശൈഖുന സുൽത്താനുൽ ഉലമയുടെ പവിത്രമായ കരങ്ങളെ കൊണ്ട് ആയിരക്കണക്കിന് ഇതുപോലെയുള്ള നിക്കാഹ് നടത്തി കൊടുത്തത് നമുക്കെല്ലാം അറിയാമല്ലോ. മർക്കസു സഖാഫത്തു സുന്നിയയിലും SYSലും വിവിധ ഇനങ്ങളിലായിട്ട് ശൈഖുനക്ക് ഇത് വലിയൊരു സന്തോഷമാണ്. ശൈഖുന സമയമുള്ളത് കൊണ്ട് ഏറ്റെടുത്തതല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചടങ്ങ് ഈ സമൂഹത്തിന് വേണ്ടി ഏതെങ്കിലും പാവങ്ങളായ പുതിയാപ്പിളമാർക്ക് ഉസ്താദിനെ കൊണ്ടൊരു സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിലോ എന്നാണ് ഈ തിരക്ക് പിടിച്ച സമയത്ത് ശൈഖുന ഇവിടെ എത്തിയത്. വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ നവദമ്പതികൾ വലിയ ഭാഗ്യവന്മാരാണ്. ആർക്കും കിട്ടാത്ത നിയമത്താണ്. ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചാൽ പോലും കിട്ടാത്ത ഭാഗ്യമാണ് ഈ നവദമ്പതിമാർക്ക് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു ചെയ്ത ഒരു നിഅമത്താണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു നമ്മുടെ ശൈഖുന സുൽത്താനുൽ ഉലമ വലിയ ഒരു സംഘടന, ലോകം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് എന്നുള്ള വലിയ ഒരു സംഘടനയുടെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് ആദ്യമായി എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് അർഹമുർ-റാഹിമീനായ അള്ളാഹുവിനോട് ഈ ആയിരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത്, അള്ളാഹുവേ ഞങ്ങൾക്കൊന്നു മാത്രമാണ്. ശൈഖുന സുൽത്താനുൽ ഉലമ ഞങ്ങളുടെ എല്ലാമാണ്, ലോകത്തിന്റെ എല്ലാമാണ്, എല്ലാവർക്കും ആശ്രയമാണ്. അള്ളാഹുവേ ഞങ്ങളുടെ ശൈഖുനക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങൾക്ക് സുദീർഘകാലം ആ തണല് വേണം. അല്ലാഹുവേ അവിടത്തേക്ക് എല്ലാവിധ റാഹത്തും ഹിമ്മത്തും ദീർഘായുസ്സും ആഫിയത്തും നീ കൊടുക്കണേ റബ്ബേ എന്ന് ഈ പരിശുദ്ധമായ ഈ സദസ്സിൽ ദ്വാരന്നുകൊണ്ട് ശൈഖുനാക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. എല്ലാവിധ ഞങ്ങളുടെ റാഹത്തും ശൈഖുനക്ക് സ്വാഗതമായി അറിയിച്ചുകൊണ്ട് ഉസ്താദിനെ സ്വാഗതം ഓതുന്നു. അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ നമ്മുടെ കൂടെ വരാനിരിക്കുന്നു. താജുൽ ശരിഅ ശൈഖുന അലി കുഞ്ഞി ഉസ്താദ് നമ്മുടെ എല്ലാമാണ്. എന്നോട് വന്യ ഗുരുവാണ് ശൈഖുന താജുൽ ശരിഅ. നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവർക്കും അറിയപ്പെടുന്ന ആളാണല്ലോ. പണ്ട് കാലത്ത് തന്നെ സമസ്തയിലുള്ള വലിയ മഹാൻ താജുൽ ശരിഅ ഇപ്പോൾ നമ്മുടെ സദസ്സിലേക്ക് എത്തിക്കഴിയും. ബഹുമാനപ്പെട്ട ശൈഖുനക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ശൈഖുന അബ്ബാസ് ഉസ്താദ് ഇപ്പോൾ എത്തും. അതുപോലെ തന്നെ ശൈഖുന മാണി ഉസ്താദ് തുടങ്ങിയ എല്ലാ നേതാക്കളും നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ കർണാടകയിലെ ചാലകശക്തിയായ ബഹുമാനപ്പെട്ട കർണാടക സ്റ്റേറ്റ് SYSന്റെ അജയ്യായ അധ്യക്ഷൻ നമുക്ക് ഇന്ന് മാത്രമല്ല വന്നത്, മംഗലത്തിന് ഡേറ്റ് കുറിക്കുന്ന ആ ദിവസം വരെ ഞങ്ങൾ ഉസ്താദിനെ ക്ഷണിച്ചിരുന്നു. ഉസ്താദിന്റെ നേതൃത്വത്തിലായിരുന്നു ഡേറ്റ് കുറിച്ചിരുന്നത്. അത്രത്തോളം കർണാടകയുടെ പ്രവർത്തനത്തിന് ശക്തി കൂട്ടുന്ന ഒന്നരായ കേസിയോട് ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ട്. മറക്കാൻ കഴിയില്ല. ഓടി നടക്കുന്നു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി. അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദിനെ ഞാൻ
സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. മിനിയാന്ന് ഞങ്ങൾ 12 ജോഡിയാണ് മംഗലം തീരുമാനിച്ചത്. പക്ഷേ ഒന്ന് അത്യാവശ്യമായിട്ട് വളരെ പാവപ്പെട്ടത് വന്നപ്പോൾ ഞങ്ങൾ ഈ വർഷം വളരെ പ്രയാസമാണ്, എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ധൈര്യം പകർന്നത് ആദൂർ തങ്ങളാണ്. ആദൂർ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോടീശ്വരനായ തങ്ങളാണ്, എല്ലാം അറിയപ്പെട്ടതാണ്. ആദൂർ തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം 5 പൗൺ സഖാഫി, നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന്. ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ നമുക്ക് വലിയ നിയമത്താണ്. മുടിപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് വില കൊടുത്തുകൊണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. തങ്ങൾക്കല്ല, തങ്ങളുടെ പേരിലല്ല രജിസ്ട്രേഷൻ ചെയ്തത്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ഒരുപാട് പുതിയ ചിന്താഗതികളാണ്. IAS IPS തുടങ്ങിയ പുതിയ ചിന്താഗതിയുമായിട്ട് ഇതിന്റെ നേരെ തൊട്ടടുത്താണ് വലിയ ഒരു സ്ഥലം ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ വാങ്ങിയത്. മുടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്ത ഒരു നിഅമത്താണ് ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ്, നമുക്കറിയാം വലിയ ഒരു നേതാവും നമ്മുടെ മർക്കസിന്റെ എല്ലാമായ ഹുസൈൻ സഖാഫി ഉസ്താദ് ചുള്ളിക്കോട് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ, ഓലമുണ്ട് ഉസ്താദുണ്ട്, നമ്മുടെ ഉഞ്ഞിയാജി ദേറടക്കട്ടയുണ്ട്, ബഹുമാനപ്പെട്ട കിന്യ തങ്ങളുണ്ട്, ബാദപ്പുണി ഉസ്താദുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ, SYSന്റെ ജില്ലാ നേതാക്കളായ KE റസ്വി സാലത്തൂറുണ്ട്, ഒരുപാട് നേതാക്കൾ, ബഹുമാനപ്പെട്ട മള്ളൂർ സൈനി ഉസ്താദുണ്ട്. അതുപോലെ തന്നെ CTM തങ്ങളുണ്ട്, PK അബൂബക്കർ മുസ്ലിയാർ കൊടുങ്കായി ദാറുൽ നജാത്ത് സെക്രട്ടറി, ഇസ്മായിൽ സൈദി കിന്യ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശൈഖുന താജു ശരിയ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഷെയ്ഖുന താജു ശരിയ എത്തിക്കഴിഞ്ഞു, അൽഹംദുലില്ലാ. സൈനുൽ ഉലമ മാണി ഉസ്താദ്, ദാറുൽ ഇർഷാദ് എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ശില്പി, അതുപോലെ തന്നെ ദാറുൽ അശ്ശരിയുടെ സാരഥി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സഖാഫി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ അബ്ദുർ റഷീദ് സൈനി, കാമിൽ സഖാഫി തുടങ്ങിയ ഒരുപാട് നേതാക്കൾ. സമയമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട KKM കാമിൽ, എല്ലാമായ ദക്ഷിണ കന്നഡ ജില്ലാ SYSന്റെ അജയ്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അൽഹാജ് PM ഉസ്മാൻ സായിദി പട്ടോരി, ഉമർ സഖാഫി കയ്യാർ തുടങ്ങിയ ഒരുപാട് നേതാക്കൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മഹാന്മാരായ മശായിഖന്മാരോട് പറയാനുള്ളത്, നമുക്ക് ഇതൊരു വിവാഹ പരിപാടി മാത്രം അല്ല, ഇനിയും നമുക്ക് ഇവിടെ ഒരുപാട് ഉമറാക്കൾ, എന്തിനും തയ്യാറായ ഉമറാക്കൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ട്, ഉലമാക്കളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് സമൂഹത്തിന് വേണ്ടുന്ന ഒരുപാട് പരിപാടികൾ നമുക്ക് പ്ലാനിംഗ് ഉണ്ട്. ഒന്നരായ ഉസ്താദന്മാരോട് അതിനെ ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രധാനമായിട്ടും ഇൻഷാ അല്ലാഹ് കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ, സമസ്ത മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദ് ഇപ്പോൾ എത്തും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ശൈഖുന സുൽത്താനുൽ ഉലമ നിർവഹിക്കുന്നു. ആദരവരും ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم
والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാർ, ഉലമാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, സുഹൃത്തുക്കളെ, ഇവിടെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു വിവാഹ ചടങ്ങ് എന്ന നിലക്ക് അല്ല ഈ നാട്ടുകാർ ഇതിനെ പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ വധുവിൻ്റെയും വരൻ്റെയും കുടുംബങ്ങളും ബന്ധപ്പെട്ടവരും മാത്രം സന്നിഹിതരായാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമല്ല, ഇതൊരു സാമൂഹിക പ്രശ്നമായി സമൂഹത്തിൻ്റെ ഒരു കടമയായി എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യനും മൃഗവുമായി ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. മനുഷ്യന് ബുദ്ധിയുണ്ട്, മൃഗത്തിന് ബുദ്ധിയില്ല. മനുഷ്യനോട് അള്ളാഹുവിൻ്റെ തക്ലീഫുണ്ട്, മൃഗത്തിനോട് തക്ലീഫില്ല. എന്നാൽ അതുപോലെ മനുഷ്യന്മാർക്ക് കുടുംബ ബന്ധം നിലനിൽക്കുന്നു, മൃഗങ്ങൾക്ക് അത് ഇല്ല. മൃഗം പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ സ്വന്തം നാവ് കൊണ്ട് നക്കി വൃത്തിയാക്കാനുള്ള ഒരു മനസ്ഥിതി അള്ളാഹു കൊടുക്കുന്നു. ഇതിൽ കവിഞ്ഞ് പിന്നീട് ബന്ധം ഇല്ല. മക്കളെ കെട്ടിച്ചു കൊടുക്കാനോ പുരുഷന്മാർക്ക് വിവാഹമുണ്ടാക്കി കൊടുക്കാനോ വീട് നിർമ്മിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള യാതൊരു ബാധ്യതയും മൃഗങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഇല്ല. അവർ രക്ഷിതാക്കളും അല്ല. മനുഷ്യർ അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് പേര് ഇടുന്നത് മുതൽ, മുലപ്പാൽ കൊടുക്കുന്നത് മുതൽ, ഭക്ഷണം കൊടുക്കുന്ന കടമ ഉൾപ്പെടെ എല്ലാം പിതാവ് മാതാവ് ഏറ്റെടുക്കുന്നു. ചിലത് മാതാവ്, മറ്റു ചിലത് പിതാവ്. മകനെ വിവാഹം ചെയ്തു കൊടുക്കണം, മകളെ വിവാഹം ചെയ്തു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് വീടുണ്ടാക്കണം. ഇങ്ങനെയുള്ള ചിന്താഗതി മുഴുവനും ഉണ്ടാകുന്നത് കുടുംബ ബന്ധം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് നിക്കാഹ് വഴിയാണ് ഉണ്ടാകുന്നത്. അന്യ പുരുഷനും അന്യ സ്ത്രീയും നിക്കാഹ് എന്ന ഈ കാര്യത്തോടു കൂടി അവർ ബന്ധപ്പെടുകയാണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു, ഈ ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ അല്ലാഹു തആല പ്രത്യേകമായ മവദ്ദത്ത്, റഹ്മത്ത്
അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അങ്ങനെ അന്യ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലില്ലാത്ത ഏറ്റവും വലിയ വിട്ടുപോകാത്ത അങ്ങേയറ്റത്തെ സ്നേഹം, മരണം വരെയും സ്വർഗത്തിൽ വരെയും നിലനിൽക്കുന്ന സ്നേഹം ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ അല്ലാഹു തആല എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും തുടക്കം കുറിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുകയും സാമൂഹ്യമായ സാമുദായികമായ എല്ലാവിധ ബന്ധങ്ങളും നാം നിലനിർത്തുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യനായി ജീവിക്കണമെങ്കിൽ സമുദായത്തോട് പ്രത്യേകം കടപ്പാടുള്ളവരാണ്. ആ കടമ നിർവഹിക്കണം. സമൂഹത്തോട് കടപ്പാടുള്ളതാണ്. ആ കടമ നിർവഹിക്കണം. ജാതിമത ഭേദമന്യേ എല്ലാവരോടും കാണിക്കേണ്ടുന്ന മര്യാദകളും കടമകളും മനുഷ്യൻ നിർവഹിക്കണം. അതോടൊപ്പം സമുദായത്തിൽപ്പെട്ട പ്രത്യേകമായ ചടങ്ങുകൾ, ആ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുകയും അതിന് കളമൊരുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ഭർത്താവില്ലാത്ത ഒരു പെണ്ണിന് ഭർത്താവുണ്ടാക്കി കൊടുക്കുക എന്നത് വലിയ പുണ്യമാണ്. അസ്സാഇ അലൽ അർമിലത്തി കൽ ഗാസി ഫി സബീലില്ലാഹ് കൽ ഖായിമി ഫിൽ ലൈലി വസ്സായിമി ഫിൻ നഹാർ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഭർത്താവില്ലാത്ത ഒരു പെണ്ണിന് ഭർത്താവുണ്ടാക്കി കൊടുക്കാനോ അവർക്ക് ഭക്ഷണം നൽകാനോ മറ്റ് ആവശ്യങ്ങൾ ശറഅ് അനുവദിച്ച, ശറഅ് കൽപ്പിച്ച എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുക്കാനോ ഒരാൾ പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പ് നോൽക്കുകയും ചെയ്ത ആളെപ്പോലെയാണ്. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സന്നദ്ധപടനായി പ്രവർത്തിച്ചവനെ പോലെയാണെന്നും ഹദീസിൽ വരുന്നു. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ല പുണ്യമായ കർമ്മമാണ്. എല്ലാവരും ഇതിൽ ഭാഗവാക്കാക്കണം. അതോടൊപ്പം ഈ ഒരു നിക്കാഹ് കൊണ്ട് മതിയാക്കി കളയാതെ നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും തമ്മിൽ വഴക്കുകളോ വക്കാണങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാതെ സമുദായങ്ങളും സമൂഹവും എല്ലാം യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഉത്സാഹിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയിലേക്ക് സഹകരിച്ച എല്ലാ മുഅ്മിനാത്തുകൾക്കും ദോഷങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ ഭാര്യ ഭർത്താക്കൾക്ക് അല്ലാഹു തആല നല്ല സുഖജീവിതം സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സന്താന ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ സന്താനം അവർക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളും റസൂലുള്ളാഹിന്റെ മുത്തബീങ്ങളുമായ സന്താനങ്ങൾ ഉണ്ടാവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി കൊടുക്കുമാറാവട്ടെ. ഈ പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങി അധ്വാനിച്ച് പരിപാടികൾ ശരിപ്പെടുത്തി സ്ത്രീകൾക്ക് പൊന്നു കൊടുക്കുന്നതും ഭാഷ കൊടുക്കുന്നതും മാത്രമല്ല ഈ സദസ്സും സ്റ്റേജും എല്ലാം ഒരുക്കി വരുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് ഇതെല്ലാം മുന്നോട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തും സലാമത്തും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവർക്ക് അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ
وآله وصحبه أجمعين والحمد لله رب العالمين. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് ആളുകൾ ഈ കൊല്ലത്തെ നിക്കാഹിലേക്ക് പവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എന്നെ ഈ കൊല്ലം വരാൻ പ്രേരിപ്പിച്ച ഒരു കാരണം. ഹാദരാജിയുടെയൊക്കെ നിർബന്ധമുണ്ടെങ്കിലും അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം വാഗ്ദത്തം ചെയ്തവരിൽ ആരെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ കൊടുക്കുകയും പുതുതായി വാഗ്ദത്തം ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ വാഗ്ദത്തം നൽകുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. നിമിഷം കൊണ്ട് വിതരണം ചെയ്യണം. സഹോദരന്മാരെ, ഒന്നിരായ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ ഒരുപാട് പരിപാടികളും തിരക്കുകളുമുണ്ട്. ഇന്ന് തന്നെ രാത്രിയോടുകൂടിയാലും കഴിയാത്തത്ര പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരല്പസമയം നമ്മോടൊപ്പം ചെലവഴിക്കാൻ കണ്ടു തന്നെ നമുക്ക് വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ നിക്കാഹിൻ്റെ സദസ്സ് നടക്കുന്നതിന് മുമ്പ് ഈ വർഷം 13 കുട്ടികളുടെ കല്യാണമാണ് നടക്കുന്നതെങ്കിൽ അടുത്ത വർഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 15 കുട്ടികളെങ്കിലും കല്യാണം നമുക്ക് നടത്തണം. അള്ളാഹു തൗഫീഖും ആയുസ്സും ശക്തി നൽകി തരട്ടെ. അതിനുള്ള സംഭാവനകൾ അടുത്ത വർഷത്തേക്ക് ഒരു കുട്ടിൻ്റെ കാര്യം ഒരാൾ ഏറ്റെടുത്താൽ അങ്ങനെ ഒരു 15 പേര് തന്നെ മുന്നോട്ട് വന്നാൽ ഉസ്താദിനിക്ക് വേഗം നിക്കാഹ് നടത്തി പോകാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തർ ഒരു പൗണായിട്ട് വന്നാൽ കുറേ ആളുകൾ വേണ്ടി വരും. അത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട നമ്മുടെ മുടിപ്പ് സെന്റർ SYSന്റെ പ്രഗത്ഭനായ പ്രസിഡന്റും ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ നിലക്കും പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഒരു കുട്ടിയുടെ കല്യാണത്തിന്റെ ചെലവ് സ്വർണം 5 പവനാണ് നമ്മൾ കൊടുക്കുന്നത്. അധികം ആളുകളും സ്വർണം ഏറ്റെടുക്കുന്നുണ്ട്. മറ്റു ചില ആളുകൾ ഭക്ഷണത്തിനുള്ള അരി, ഇങ്ങനെ വ്യത്യസ്തമായ നിലക്കാണ് ഏറ്റെടുക്കുന്നത്. ഒരു കുട്ടിന്റെ ചെലവ് എന്നതിലുപരി ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള 5 പവൻ ബഹുമാനപ്പെട്ട മുടിപ്പ് സെന്റർ SYSന്റെ പ്രസിഡന്റ് കാവറാജി അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ശൈഖുനാ ഖമറുൽ ഉലമ ഉസ്താദ് അവർ അവസാനം എല്ലാവർക്കും ഒന്നിച്ച് ദുആ ചെയ്യും. വേഗം പെട്ടെന്ന് ഓരോ ഭാഗത്തുള്ള ലിസ്റ്റുകൾ പറയാം. സദസ്സിൽ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ സദസ്സിലും സ്റ്റേജിലുമുള്ള ആളുകൾ നമ്മൾ ഇതിനോട് ബന്ധപ്പെടുന്നവർക്ക് ശില്പ വിതരണം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അത് സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തരും എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതി നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും എഴുതി പെട്ടെന്ന് സദസ്സിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകളുടെ ഭാഗത്തേക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ ബന്ധപ്പെട്ട ശില്പുമായി വരുന്നുണ്ട്. നിങ്ങൾക്കും അത് സ്വീകരിച്ച് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുന്നവർ പെണ്ണുങ്ങളാണ്. ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
എത്രയും പെട്ടെന്ന് സദസ്സിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ ആളുകളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഇങ്ങോട്ട് അറിയിക്കേണ്ടതാണ്. മദ്യനടുക്ക അഷ്റഫ് കഴിഞ്ഞ 4 വർഷങ്ങളിലും കല്യാണത്തിന്റെ മുഴുവൻ ഭക്ഷണത്തിനുള്ള അരി അദ്ദേഹമാണ് നൽകിയത്. അടുത്ത വർഷത്തേക്കുള്ള കല്യാണത്തിന്റെ ഭക്ഷണത്തിന്റെ മുഴുവൻ അരിയും മദ്യനടുക്ക അഷ്റഫ് അൽഹംദുലില്ലാ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഭിവൃദ്ധിയും ബറക്കത്തും ഐശ്വര്യവും എല്ലാം അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട. സദസ്സിലുള്ള ആളുകൾ പെട്ടെന്നായി 5 പവനോ 2 പവനോ 1 പവനോ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്ത് ആ കാര്യം സന്തോഷത്തിൽ നിർവഹിക്കണം. ഈ വർഷം കല്യാണത്തിന് വേണ്ടി അന്വേഷിക്കാൻ പോയപ്പോൾ ചില വീട്ടിൽ 4 പെൺകുട്ടികൾ കല്യാണത്തിന്റെ പ്രായം എല്ലാം ആയി 28, 30, 34 വയസ്സ് ആയ പെൺകുട്ടികൾ വരെ വീട്ടിൽ കിടന്ന് വിഷമിച്ച് കരയുന്ന അവസ്ഥയാണ് കണ്ടത്. ഒരു വീട്ടിൽ 4 പെൺകുട്ടികൾ പ്രായം എപ്പോഴേ കല്യാണത്തിന്റെ സമയം കഴിഞ്ഞ് അതിലൊരു കുട്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം സ്വീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നിരവധി വീടുകളിൽ 4ഉം 5ഉം പെൺകുട്ടികളെ വാപ്പ മരിച്ചുപോയ കുട്ടികൾ, അതുപോലെ വാപ്പക്ക് ചികിത്സ തന്നെ ഈ കുട്ടികൾ നൽകേണ്ട അവസ്ഥയിലുള്ള വീടുകൾ, ഇതെല്ലാം SYSന്റെ നമ്മുടെ നേതാക്കൾ പ്രവർത്തകന്മാർ നേരിട്ട് കണ്ട് ആ വീട്ടിന്റെ അവസ്ഥ കണ്ടപ്പോൾ പോയ നേതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞു. ഒരു കാരണവശത്താലും ഏറ്റെടുക്കാൻ കഴിയാതെ നിർബന്ധിതരായി വന്ന അവസ്ഥയുണ്ട്. നമുക്ക് നാടുകളിൽ ചെന്നു നോക്കുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ അറിയുന്നത്. ഇപ്പോഴും അതിന് ശേഷവും പലരും ഞങ്ങളൊരു കുട്ടിന്റെ കല്യാണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വർഷത്തെ പദ്ധതി കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടുത്ത് തന്നെ പരിപാടി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയതാണ്. 25ഉം 30ഉം 38 വയസ്സായ പെൺകുട്ടികൾ വീട്ടിന്റെ അകത്ത് ആരും എത്തി നോക്കാനില്ലാതെ പടച്ച റബ്ബിനോട് സങ്കടപ്പെട്ട് കരയുമ്പോൾ നമ്മുടെ SYSന്റെ പ്രവർത്തനം സാന്ത്വനത്തിന്റെ ഭാഗമായി ഈ കാര്യങ്ങൾ നടത്തുകയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ 100ഉം 50ഉം 70ഉം 1.5 കിലോ ഒക്കെ സ്വർണം കൊടുത്തുകൊണ്ട് കല്യാണം നടത്തുന്ന ആളുകളൊക്കെ നമ്മളിലുണ്ട്. ഒരു 50ഉം 40 പവനെങ്കിൽ കൊടുക്കാതെ എങ്ങനെ കല്യാണം കഴിക്കും എന്ന് പറയുന്നവരാണ് ഞങ്ങളെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അതിൽ നിന്നൊരു 2 പവൻ അല്ലെങ്കിൽ 1 പവൻ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കുറച്ചിട്ടെങ്കിലും ഈ പാവപ്പെട്ട 30-35 വയസ്സായി വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ണുനീരൊപ്പാൻ വേണ്ടി നാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് വരുന്ന ആഫത്തുകൾ, ബലാഅുകൾ, ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ, പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങൾ, ഹാർട്ട് അറ്റാക്ക് മുഖേനയും കുഴഞ്ഞു വീണ് മരിക്കുന്ന റിപ്പോർട്ടുകളാണ് എപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആഫത്തുകളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും കുടുംബത്തെയും അല്ലാഹു രക്ഷപ്പെടുത്താൻ ഈ പാവപ്പെട്ട സാധുക്കളായ പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പാൻ അവരെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു നമ്മെ ഏറ്റെടുക്കും. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്താൽ നമ്മളെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും അടുത്ത വർഷം നടക്കുന്ന ആ കല്യാണത്തിന് വേണ്ടി എല്ലാവരും കഴിയുന്ന നിലക്ക് വളരെ പെട്ടെന്ന് സഹകരിച്ച് നിക്കാഹിന്റെ ആ ചടങ്ങ് നിർവഹിച്ച് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദിന് ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് നാം എല്ലാവരും സഹകരിച്ച് പെട്ടെന്ന് ഈ കാര്യം ഒരല്പമെങ്കിലും പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തി, കിട്ടിയ ലിസ്റ്റ്, ലഭിച്ച ലിസ്റ്റ് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കയ്യിൽ നിങ്ങൾക്ക് ശില്പ തന്നവർ എത്രയും പെട്ടെന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഓരോരുത്തരുടെ വാഗ്ദത്തങ്ങൾ ഇങ്ങോട്ട് എഴുതി അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.
വാഗ്ദത്തിന്റെ ലിസ്റ്റ് ശില്പ കൊടുത്തവരെന്നിട്ട് എല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഓരോരുത്തർ വാങ്ങി ഒന്നിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് വായിക്കാം. ജില്ലാ അധ്യക്ഷൻ ഉസ്മാൻ സാദി ഉസ്താദ്, അതുപോലെ തന്നെ KP ഹാജി കൊണാജ, കുഞ്ഞി ഹാജി മാറാട്ടിമൂല, ഈ മൂന്നാള് കൂടിയിട്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. സാഗർ മുഹമ്മദ് ഹാജി ഒരു കുട്ടിയുടെ കല്യാണത്തിന്റെ സ്വർണം ഏറ്റെടുക്കൊരു കുട്ടിയുടെ കല്യാണത്തിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 3 പേര് മറ്റൊരു കുട്ടിയുടെ കല്യാണം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്, ഹിമ്മത്ത്, ശക്തി എല്ലാവർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എച്ച് പുത്തുബാവ് മദ്യനെടുക്ക ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ചെലവ് ഏറ്റെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്, ഹിമ്മത്ത് ഈ സദസ്സിലുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മശായിഖന്മാരുടെ ബർക്കത്തോട് എല്ലാവിധ ആഫത്തുകൾ, ബലാഉകൾ, ഇടങ്ങേറുകളെ തൊട്ട് അവരെ എല്ലാവരെയും അവരെ കുടുംബത്തെയും അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. വളരെ പെട്ടെന്ന് എല്ലാവരും സഹകരിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. പ്രവർത്തകന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് എല്ലാവരും ഒരു കുട്ടിയുടെ പൂർണ്ണമായിട്ടല്ലെങ്കിലും 1 പവനോ 2 പവനോ അങ്ങനെ ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്ത് പാവങ്ങളെ, പ്രയാസപ്പെടുന്നവരെ കണ്ണുനീരൊപ്പാൻ വേണ്ടി നാം മുന്നോട്ട് വന്നാൽ അല്ലാഹു നമ്മെ ഏറ്റെടുക്കും. ബഷീർ മുടിപ്പ് 1 പവൻ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് പോയി സദസ്സിൽ ദുആ ചെയ്യും. ബഷീർ മദീനടുക്ക 1 പവൻ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സിദ്ദീഖ് സഖാഫി 1 പവൻ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. 1 പവൻ കുറെ ആളുകൾക്ക് തരാനും സഹായിക്കാനും കഴിയും. ഒരല്പം മനസ്സ് തുറന്നാൽ ഈ പാവപ്പെട്ട 35ഉം 40ഒക്കെ വയസ്സായി വീട്ടിൽ കരയുന്ന കുട്ടികളെ ഏറ്റെടുക്കാൻ എല്ലാവരുടെയും മനസ്സൊന്ന് തുറന്നാൽ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബാദപ്പുളി കുഞ്ഞി ഹാജി 1 പവൻ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റെടുക്കുന്ന ഓരോരുത്തർക്കും കുടുംബത്തിനും അല്ലാഹു നൽകുമാറാകട്ടെ. സാമ്പർ തോട്ട പുത്തുബാവ ഹാജി 1 പവൻ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് ദീർഘായുസ്, ആഫിയത്ത് അല്ലാഹു അവർക്കും കുടുംബത്തിനും കൊടുക്കുമാറാകട്ടെ. ബൊൽമാർ അബ്ദുള്ള ഹാജി 1 പവൻ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. 1 പവൻ വീതം സദസ്സിലുള്ളവർ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. സിദ്ദീഖ് ഫാത്തിമ സൂപ്പർ ബജാർ മുടിപ്പ് 1 പവൻ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കല്യാണത്തിന്റെ സ്റ്റേജിൽ ഉണ്ടാവേണ്ടിയിരുന്ന ഇവിടുത്തെ സ്വീകരണ കമ്മിറ്റിന്റെ ഉത്തരവാദപ്പെട്ട ആളായിരുന്ന ബഹുമാനപ്പെട്ട 2 ദിവസം മരണപ്പെട്ടു പോയ ഇസ്മായിൽ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ഈ സദസ്സിന്റെ വിശാലത പോലെയുള്ള വിശാലതയും സന്തോഷവും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ആ വാപ്പക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മകൻ 1 പവൻ അടുത്ത വർഷത്തെ കല്യാണത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അതിന്റെ സവാബ്, പ്രതിഫലം ആ വാപ്പയുടെ ഖബറിലേക്ക് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ജീവിക്കുന്ന കുടുംബത്തിനൊക്കെ സമാധാനവും സന്തോഷം കൊടുക്കുമാറാകട്ടെ. ഒരല്പസമയം ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് സഖാഫി ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചുള്ളിക്കോട് സഖാഫി ഉസ്താദിനെ ക്ഷണിക്കുന്നു. മുടിപ്പ് ഗോൾഡ് കിങ് സ്വർണത്തിന്റെ കടന്റെ വകയായിട്ട്
ഒരു പെൺകുട്ടിയുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഗോൾഡ് കിങ് മുടിപ്പ് ജ്വല്ലറി. ഗോൾഡ് കിങ് ഒരു കുട്ടിയുടെ സ്വർണം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അവരെ കച്ചവടത്തിലും പ്രവർത്തനത്തിലെല്ലാം അള്ളാഹു ബർക്കത്തും അഭിവൃദ്ധിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ആദൂർ തങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ മദനി സുന്നത്ത് ജമാഅത്തിന്റെ പഴയ കാലത്ത് കാസർഗോഡിൽ SSFന്റെ പ്രവർത്തനം തുടങ്ങി. അന്നും ഇന്നും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആ നേതൃത്വത്തിന് പിന്നിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും മറ്റൊക്കെ നേതൃത്വം നൽകി ഇവിടെയും ആദൂറിൽ മഞ്ഞമ്പാറയിൽ വലിയ സ്ഥാപനം അൽഹംദുലില്ലാഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന മഞ്ഞമ്പാറ അഷ്റഫ് തങ്ങൾ അവർ ഒരു കുട്ടിയുടെ സ്വർണം അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. തങ്ങളുടെ നേതൃത്വത്തിലായി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു ശക്തി കൊടുക്കട്ടെ. ഉദ്ദേശിക്കുന്ന ഇവിടെ എല്ലാം എന്തെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പദ്ധതികളുണ്ടോ അതൊക്കെ വളരെ വിജയകരമായ നിലക്ക് നടത്തുവാനുള്ള എല്ലാ വഴിയും അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ഈ വർഷം അൽഹംദുലില്ലാഹ് ഏറ്റെടുത്ത് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു അല്ലാഹു തആല അത് തങ്ങൾക്കൊന്നും വലിയ വിഷയമല്ല. ഇൻഷാ അല്ലാഹ് തങ്ങളെ കയ്യിലും നൂറുകണക്കിൽ അങ്ങനെ ആളുകളുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും സഹകരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. അതല്ലെങ്കിൽ ഈ 15 കുട്ടികളെ കല്യാണം തങ്ങൾ ഇരുന്നിട്ട് ഫോണാക്കിയത് നടത്താൻ കഴിയും. അത്ര കൈവറുപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പക്ഷെ എല്ലാവർക്കും അവസരം വേണമല്ലോ. ആ നിലക്കാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മളോടൊപ്പം ഇരുന്ന് എല്ലാവരും സഹകരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട മർഹൂം അബ്ദുള്ള ഹാജിയുടെ വകയായിട്ട് മകൻ ഹമീദ് ഹാജി വരിപ്പവൻ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് സഖാഫി ഉസ്താദ് സംസാരിക്കുന്നു. വരിപ്പവന്റെ സ്ലിപ്പ് ആരെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എത്തിക്കണം. തൗസീഫ് KCF മദീനയിൽ നിന്നും വാഗ്ദാനം 2 പവൻ സ്വർണം. KCFന്റെ പ്രവർത്തകർ. മദ്യമെടുക്ക ഇസ്മായിൽ ഹാജി എന്ന് പറയുന്ന ആള് ഒരു പെണ്ണിന് പറ്റിയ 5 പവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മദ്യമെടുക്ക ഇസ്മായിൽ ഹാജി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. ആദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, സഹോദര സഹോദരിമാർ, വളരെ വലിയ ഒരു മഹാഭാഗ്യം എന്നാണ് ഞാൻ ഈ സഭയെ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. അത് കാരണം എന്താണ്? ഒരുപാട് കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈനി ആമീൻ. എത്രമാത്രം തിരക്കുള്ള ഉസ്താദ് അവറുകള്. നിങ്ങൾ ആരെങ്കിലും ഒരു പവന് പറയുന്നുണ്ടോ? അത് പറയുന്നെങ്കിൽ അതുകൂടി പറഞ്ഞിട്ട് വേണം നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങ് അഥവാ നിക്കാഹ് കർമ്മം നടത്താൻ എന്ന് തീരുമാനിച്ച് ഒരുപാട് തിരക്കുണ്ടായിട്ടും വളരെയധികം ക്ഷീണമുണ്ടായിട്ടും അതിനേക്കാൾ അധികം ഈ സ്റ്റേജുമേലുള്ള ചൂട് താഴെ ഇരിക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടാണിവിടെ. അതൊക്കെ ഉണ്ടായിട്ടും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താ കാരണം? ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിന്റെ പെൺകുട്ടികളെ എനിക്ക് കെട്ടിക്കാനുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്വന്തം പെൺകുട്ടികളെ ഒക്കെ
അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പേരക്കുട്ടികളെ തന്നെയും കെട്ടിച്ചു കൊടുക്കാൻ ഉസ്താദ് വേറെ ഒരാളോടും സഹായം ചോദിക്കാതെ, അത് മറ്റാരോടും പറയുക പോലും ചെയ്യാതെ കല്യാണത്തിനുള്ള ദഅവത്ത് അത് നടത്തി എന്നതിനപ്പുറം ആരോടും സഹായം ചോദിക്കാതെ ഇങ്ങനെ കുട്ടികളെ കെട്ടിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സഹായം വാങ്ങാതെ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് അങ്ങനത്തെ ഉസ്താദ് ഈ കൊടും ചൂടില് കോഴിക്കോട്ട് നിന്ന് ഇത്രയും ദൂരെ വന്ന് വളരെയധികം പ്രയാസം സഹിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാ? ചില ആൾക്കാർ അങ്ങനെ പറയും, അതൊക്കെ ഉസ്താദിന് സാമ്പത്തികമായിട്ട് എന്തോ നേട്ടമുണ്ടാക്കാനാണ്, അല്ലെങ്കിൽ ഉസ്താദിനെ പിന്തുണക്കുന്ന കുറെ ആളുകൾ എന്തോ തട്ടിപ്പ് നടത്താനാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകും. അവരെ ഇനിയിപ്പോ ഈ ദുനിയാവില് നന്നാകുന്നോ അവര് മാറി ചിന്തിക്കുന്നോ നമ്മൾ കരുതുന്നത് ശരിയില്ല. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. മിനിയാന്ന് വെള്ളിയാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ഒരു മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ഒരു മദ്രസ ഉദ്ഘാടനം ചെയ്യാനാണ് വരുന്നത്. അല്ലാതെ വേറെ ഒരു സിനിമാ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യാനോ പലിശയുടെ ഏർപ്പാട് നടത്തുന്ന ബാങ്ക് ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർക്കസ് ഉദ്ഘാടനം ചെയ്യാനോ അല്ല വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഉസ്താദുമാരോട് ആദരവ് കാണിക്കണം, പള്ളിയെ പള്ളിയായി കാണാൻ കഴിയണം, പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ആക്രമിക്കാൻ പാടില്ല, ആരെയും ചീത്ത പറയാൻ പാടില്ല, രോഗികൾക്ക് സഹായം ചെയ്തു കൊടുക്കണം, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിക്കണം, വിവാഹം ചെയ്യാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് 1 or 2 പവൻ കൊടുത്ത് സഹായിക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഗ്രൂപ്പിൽ എതിരുള്ളവരെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നില്ല, രാഷ്ട്രീയത്തിൽ എതിരാളികളെ നശിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല, മറ്റു മതക്കാരെ മുഴുവൻ ഇല്ലാതെയാക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല, മറിച്ച് എല്ലാവരെയും സ്നേഹിക്കണം എന്നാ പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ മദ്രസ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് നാളെ രാവിലെ 9 മണിക്ക് വരും എന്ന് ആ നാട്ടുകാര് അറിഞ്ഞപ്പോൾ ആ മദ്രസയോട് വിരോധമുള്ളവർ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളോട് വിരോധമുള്ളവർ അവരെന്താ ചെയ്തത് എന്നറിയാമോ? മദ്രസയിലേക്ക് കടക്കണമെങ്കിൽ ഒരു തോട് കടന്നു പോകണം. ആ തോടിന്റെ മേലെ അങ്ങോട്ട് കടക്കാൻ ഒരു കോൺക്രീറ്റ് പാലമുണ്ട്. മഗ്രിബിന് ശേഷം JCBയുമായി വന്ന് ആ പാലം അങ്ങനെ തന്നെ പൊളിച്ച് ആ പാലത്തിന്റെ ഗ്രിപ്പിന് വേണ്ടി 2 സൈഡിലും ഉണ്ടാക്കിയ കല്ലിന്റെ കെട്ട് വരെ അവര് പൊളിച്ചുപോയി. ഉസ്താദ് അങ്ങോട്ട് കടക്കരുത്, അഥവാ കടക്കാൻ ശ്രമിച്ചാല് ആ തോട്ടില് മുങ്ങി മരിച്ചു പോകണം എന്ന് നോക്കണം. ഈ മാതിരി ളുൽമ് അബൂജഹൽ ചെയ്തിരുന്നോ, അബൂ ലഹബ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ശത്രുക്കൾ ചെയ്തിരുന്നോ? ഞാൻ പഠിച്ച ചരിത്രത്തിൽ എവിടെയും ഇതുപോലെ ഒരു പാലം പൊളിച്ച് ഒരു മദ്രസന്റെ ഉദ്ഘാടനത്തിന് ഒരു ആലിമ് വരുന്നത് തടഞ്ഞത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ കുട്ടികള് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് പറയുന്നത് ശരിക്കും അനുസരിക്കുന്നവരായതിനാൽ, അവര് മദ്രസയിൽ വെച്ച് പഠിച്ചത് നന്നായി ഓർമ്മ ഉള്ളവരായതിനാൽ, സാദാത്തുക്കൾ പറയുന്നതും ആലിമീങ്ങൾ പറയുന്നതും അവര് അങ്ങേ അറ്റം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായതിനാൽ അവര് ആ പാലം പൊളിച്ചവരോടൊന്നും പറയാതെ രാത്രിക്ക് ചെറുപ്പക്കാർ ഒന്നായിട്ട് കൂടി നേരത്തെയുള്ള പാലം 3/4 മീറ്റർ ആയിരുന്നു വീതി എങ്കിൽ 1.5 മീറ്റർ വീതിയുള്ള നല്ല ഒരു കോൺക്രീറ്റ് പാലം മറ്റൊരു സൈഡിൽ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകളെ അവിടെ കൊണ്ടുപോയി ആ മദ്രസ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. എങ്ങനെയോ നമ്മളുണ്ടാക്കിയ
പാലം കടന്ന് മദ്രസ കാണാൻ വന്ന മറ്റേ പാലം പൊളിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാള് കാണുന്നത് മദ്രസയുടെ മുൻപിൽ ബദരീങ്ങളെ പേര് അസ്മാഉ ബദർ ഫ്രെയിം ചെയ്തു വെച്ചതാണ്. ഇയാൾ അത് കണ്ട് തിരിച്ചു പോയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരുപാട് അറബികളെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ മദ്രസന്റെ മേലെ ഒരുപാട് അറബികളെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ അറബികളോട് മുഴുവൻ പൈസ വാങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ച് പാലുണ്ടാക്കാൻ എടുത്ത് ബാക്കിയുള്ളത് മുഴുവൻ അയാള് കൊണ്ടുപോയിട്ടുണ്ട് എന്നാ പറയുന്നത്. നഊദു ബില്ലാഹ്. കുറ്റം പറയുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിയണ്ട. ആ ചെറുപ്പക്കാര് രാത്രിക്ക് രാത്രി പാലമുണ്ടാക്കിയതുപോലെ ഇവിടെ അടുത്ത കൊല്ലത്തേക്ക് ഹുസൈൻ സയ്യിദ് ഈ എണ്ണം വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, 15 പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സഭയിൽ വെച്ച് പെട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തിന് ആവശ്യമുള്ള 15 അല്ല 30 കുട്ടികളുടെ നിക്കാഹ് നടത്താൻ ആവശ്യമുള്ള സ്വർണവും പൈസയും 1 പവൻ 2 പവൻ 3 പവൻ ഒരു കുട്ടിയുടെ ചെലവ് മുഴുവൻ അതിന്റെ പകുതി എന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ആ വിലപ്പെട്ട സമയം നമ്മുടെ മുന്നിൽ വന്നിരുന്നത് മാനിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ ഈ കൂടിയ ആളുകൾ, ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ തയ്യാറാണ്. അല്ലാഹു തആല അതിനവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പ്രസംഗിക്കുന്നില്ല. നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ലിസ്റ്റ് അവസാനം വായിച്ച് എല്ലാവർക്കും ദുആ ചെയ്യും. നിങ്ങൾ ഇത് ഉറപ്പിച്ചു പറയണം. ഉസ്താദ് ഇവിടെ വന്നത് ഉസ്താദിന്റെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയല്ല. ഈ സ്റ്റേജിലിരിക്കുന്ന ഏതെങ്കിലും ഉസ്താദുമാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആദൂര് തങ്ങൾ അവർകൾ അദ്ദേഹത്തെ പറ്റി ഇവിടെ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സംശയം, അദ്ദേഹം വലിയ പൈസക്കാരനാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിദ്ദീഖ് സഖാഫി ഇവിടെ പറഞ്ഞത്. ഞാൻ അടുത്തുനിന്നുള്ള മറ്റേ സഖാഫിനോട് ചോദിച്ചു, ആ പറഞ്ഞത് ഹഖീഖിയായ മയനക്കാണോ അല്ല മജാസായിട്ട് പറഞ്ഞതാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല മജാസല്ല, ഹഖീഖത്ത് തന്നെയാണ്. പക്ഷേ തങ്ങൾ അവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സുന്നത്തിയമായത്തിന് ചെലവാക്കുന്ന ആളാണ്. അല്ലാഹു തആല ആ മാനസികാവസ്ഥ കൂടുതൽ തൗഫീഖും ബറക്കത്തും നൽകി ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനത്തിന് നമ്മുടെ കൂടെ നിന്ന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ആദൂര് തങ്ങൾ അവർക്ക്, മറ്റ് സാദാത്തുക്കൾക്ക്, ഉലമാക്കൾക്ക്, ഇവിടെ ഇതാ വലിയ വലിയ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദ്, മാണി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്. മഞ്ഞനാടി ഉസ്താദിന്റെ കാര്യം ഇന്നലെ എനിക്ക് ഓർമ്മ വന്നപ്പോ സുബ്ഹാനല്ലാഹ് എ പി ഉസ്താദിനെ പോലെ തന്നെ ആയോ എന്ന് തോന്നി. കാരണം മെനിയാന്ന് ദുബൈയിലാണ് എന്നാണ് കേട്ടത്. ഇന്നലെ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ യോഗത്തിനാണ്. ഇങ്ങനെ വരാൻ എ പി ഉസ്താദ് വരികയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്ഭുതമല്ല. കാരണം ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ രാവിലെ കൽക്കട്ടയിൽ, മറ്റന്നാള് പിന്നെ സൗദിയിൽ, അതിന്റെ പിറ്റേന്ന് യൂറോപ്പിൽ, അതിന്റെ പിറ്റേന്ന് അമേരിക്കയിൽ, ഇങ്ങനെയാണ്. പക്ഷെ അബ്ബാസ് ഉസ്താദ് ആ രീതിയിലേക്ക് അല്ലാഹു തആല ആക്കിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ഏറ്റി കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കേട്ടത് അബ്ബാസ് ഉസ്താദിന്റെ ജ്യേഷ്ഠൻ വഫാത്തായി, മടിക്കേരിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹു തആല മരണപ്പെട്ടു പോയ ആ ജ്യേഷ്ഠന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഇവിടെ നിന്ന് തന്നെ നേരത്തെ നമ്മുടെ ഒരു ഉസ്താദിനെ പറ്റി പറയുക, ഇസ്മായിൽ ഉസ്താദ്, അല്ലാഹു തആല അവരുടെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ഉസ്താദുമാരുണ്ട്. എനിക്ക് പേരറിയുന്ന ഉസ്താദുമാർ തന്നെ ഉണ്ട്. എല്ലാവരുടെയും ഒന്നും പേര് ഞാൻ പറയുന്നില്ല. അവരൊക്കെ ഇവിടെ വന്നു നിൽക്കുന്നത് അവരുടെ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സംഘടന ഏറ്റെടുത്ത ഈ വലിയ ഉത്തരവാദിത്വം അത് പൂർത്തിയാക്കാൻ വേണ്ടി ഉസ്താദുമാരെ നിങ്ങൾ എവിടെ പോയി യാചിക്കേണ്ടതോ കൈ നീട്ടേണ്ടതോ അതിന് വിഷമിക്കേണ്ടതോ ആയൊരവസരം വരൂല. ഞങ്ങളത് വരുത്തൂല. ഞങ്ങൾ അതിന് വേണ്ടത് തരാൻ തയ്യാറാണ്. അത് ഇന്നിവിടെ വെച്ച് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് ഏതായാലും അടുത്ത കൊല്ലത്തെ വിവാഹം നടത്താൻ ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ തരും എന്ന് മാനസികമായി തീരുമാനമെടുത്തിട്ടേ
നിങ്ങൾ പോകാവൂ. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ദീനുൽ ഇസ്ലാം മനുഷ്യത്വം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 21, രണ്ടാമത്തത് ആർട്ടിക്കിൾ 21A. എന്താണ് ഈ 21ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നതെന്നറിയാമോ? റൈറ്റ് ടു ലൈഫ് എന്നാണ്. അഥവാ വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഇന്ത്യ രാജ്യത്തെ പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റിൽപ്പെട്ടതാണ്. ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ, വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ, വിദ്യാഭ്യാസം വേണ്ടവർക്ക് വിദ്യാഭ്യാസം നേടി ജീവിക്കാൻ, നല്ല വെള്ളം കുടിച്ച് ജീവിക്കാൻ, നല്ല വായു ശ്വസിച്ച് ജീവിക്കാൻ, അതുപോലെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ ഈ രാജ്യത്തെ ഓരോ പൗരനും അവകാശമുണ്ടെന്നും അത് ഉറപ്പിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നും നമ്മുടെ ഭരണഘടന പഠിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് പൗരന്റെ മൗലിക അവകാശങ്ങൾ പോലും പൂർത്തിയാക്കി കൊടുക്കാനുള്ള കഴിവില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 6 വയസ്സിനും 14 വയസ്സിനും ഉള്ളവർക്ക് നിർബന്ധ വിദ്യാഭ്യാസം വേണമെന്ന് ഭരണഘടന പറയുന്നു എങ്കിൽ 6നും 14നും ഇടയ്ക്കുള്ള കുട്ടികൾ തെരുവിൽ തെണ്ടുകയാണ്. അവിടെയാണ് SYS, SSF, നമ്മുടെ ജമിയത്തുൽ ഉലമ, നമ്മുടെ ഉസ്താദുമാർ അവര് മുന്നോട്ട് വന്ന് നമ്മുടെ കുട്ടികള് അക്ഷരം പഠിക്കാത്തവരാകരുത്, വിദ്യാഭ്യാസമില്ലാത്തവരാകരുത് എന്ന് നിർബന്ധം കൊണ്ട് ഈ പ്രവർത്തനം നടത്തുന്നത്. അതുപോലെ നമ്മുടെ വീടുകളിൽ വിവാഹം കഴിക്കാതെ പ്രയാസപ്പെട്ട് സുബ്ഹാനല്ലാ, പണ്ടൊരു അറബി ഷായിർ പറഞ്ഞു, തനഫുസിൽ ഹസനായി ഫിൽ മിർആത്തി ഇത് കമുലത്ത് മഹാസിനുഹു വലം തതസവ്വജി. അറബി കവി കണ്ണാടിയെ നോക്കി ഉദാഹരണം പറയുകയാണ്. കണ്ണാടിയിലേക്ക് നോക്കി ഒരാൾ ശ്വാസം വിട്ടാൽ ആ കണ്ണാടിയിൽ പിന്നെ മുഖം കാണൂല, മറിച്ച് കണ്ണാടിയിൽ മുഴുവൻ മേഘം മൂടിയതുപോലെ തോന്നും. അതിനയാൾ ഉദാഹരണം പറയുകയാണ്, തനഫുസിൽ ഹസനായി ഫിൽ മിർആത്തി ഇത് കമുലത്ത് മഹാസിനുഹാ വലം തതസവ്വജി. കല്യാണം കഴിക്കാൻ പ്രായമായി, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്തേ കാരണം? പൊന്നു കൊടുക്കാനില്ല, പൈസ കൊടുക്കാനില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ബുദ്ധിമുട്ടുകയാണ്, പെൺകുട്ടി ബുദ്ധിമുട്ടുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ മിനിസ്റ്റർ UT ഖാദർ സാഹിബ് അവർകളും എത്തി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരല്പസമയം കാത്തിരുന്നത് മന്ത്രി കൂടി വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. We are with you. We are ready to support you. We are ready to give any assistance to you. ഞങ്ങൾ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചിട്ടേ പോകാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ സക്സസ്ഫുൾ, വിജയകരമാക്കി മാറ്റി തരുമാറാവട്ടെ. ആമീൻ. ശൈഖുന ഉസ്താദിന്, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ ആലിമീങ്ങൾക്ക്, സുന്നത്തിയമായത്തിന്റെ നേതാക്കന്മാർക്ക്, ആവേശമായ ബഹുമാനപ്പെട്ട ഖാദർ സാഹിബിനെ പോലെയുള്ള മന്ത്രിമാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖും ഏറ്റി നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. താങ്ക് യു വൺ ആൻഡ് ഓൾ. ധന്യവാദ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, നമ്മുടെ മിനിസ്റ്റർ അടുത്ത വർഷത്തിന്റെ ഈ വർഷത്തിന് തന്നിട്ടുണ്ട്. അടുത്ത വർഷത്തിനും ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കും. ಅಸ್ಲಾಂ ಅಲೈಕುಂ. ಕರ್ನಾಟಕ ರಾಜ್ಯ ಸುನ್ನಿ ಯುವಜನ ಸಂಘ ಮುಡಿಪು ಸೆಂಟರ್ ವತಿಯಿಂದ ಏರ್ಪಡಿಸಲ್ಪಟ್ಟಂತ ಈ ಒಂದು
ಧಾರ್ಮಿಕ ಹಾಗೂ ಸಾಮೂಹಿಕವಾದ ಅರ್ಥಪೂರ್ಣ ಸಮಾರಂಭದಲ್ಲಿದ್ದು ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಆ ಮಾರ್ಗದರ್ಶನ ಮತ್ತು ನೇತೃತ್ವವನ್ನು ಕೊಟ್ಟು ಯುವಕರಿಗೆ ಪ್ರೇರಣಾ ಶಕ್ತಿಯಾಗಿದ್ದಂತಹ ನಮಗೆಲ್ಲರಿಗೂ ಬಹುಮಾನೀಯರು, ನಮಗೆಲ್ಲರಿಗೂ ಆದರಣೀಯರಾದಂತಹ ಕಮರುಲ್ ಉಲೇಮಾ AP ಉಸ್ತಾದ್ರವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತವಂತಹ ನಮಗೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶನ ನೀಡುವಂತಹ ಬಹುಮಾನದಂತಹ ಅಲಿಕುಂಜಿ ಉಸ್ತಾದ್ರವರೇ, ನಮಗೆಲ್ಲರಿಗೂ ಅಲ್ ಮದೀನಾ ಸಂಸ್ಥೆಯ ಬಹುಮಾನ ಅಬ್ಬಾಸ್ ಉಸ್ತಾದ್ ಅವರೇ, ನಮ್ಮೆಲ್ಲರ ಆದರಣೀಯರು ಮಾರ್ಗದರ್ಶನ ಆಗಿರುವಂತಹ ಅದೂರ್ ತಂಗಲರವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಂತಹ ನಮ್ಮ ಮಾನಿ ಉಸ್ತಾದ್ ಅವರೇ, ಇನ್ನಿತರ ಎಲ್ಲ ನಮ್ಮ ಸಾದಿ ಹುಸೇನ್ ಸಾದಿ ಅವರೇ, ಎಲ್ಲ ಉಲೇಮಾಗಳೇ, ಉಮರಾಕಲೆ ಸೋದರರೇ ಹಾಗೂ SSF ಮತ್ತು SYSನ ಅಧ್ಯಕ್ಷರೇ, ಪದಾಧಿಕಾರಿಗಳೇ, ಈ ಒಂದು ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷ ಪದಾಧಿಕಾರಿಗಳೇ, ಹಿರಿಯ ಕಿರಿಯರೇ ಹಾಗೂ ಎಲ್ಲ ನಮ್ಮ ಮಾಧ್ಯಮ ಮಿತ್ರರೇ, ಪ್ರಪ್ರಥಮವಾಗಿ ಸುನ್ನಿ ಯುವಜನ ಸಂಘದ ಅಧ್ಯಕ್ಷರನ್ನು ಸರ್ವ ಸದಸ್ಯರನ್ನು ನಾನು ಇವತ್ತು ಅಭಿನಂದಿಸಿಕೊಂಡು ಬಹುಶಃ ಎಲ್ಲ ಯುವಕರನ್ನು ಸೇರ್ಪಡಿಸಿ ಉಲೇಮಾಗಳ ಮತ್ತು ಹಿರಿಯರ ಆಶೀರ್ವಾದ ಮತ್ತು ಮಾರ್ಗದರ್ಶನ ಪಡೆದುಕೊಂಡು ಯುವಕರನ್ನು ಅತ್ಯಂತ ಸತ್ಪ್ರಾಜಾಗಿದ್ದುಕೊಂಡು ಅವನ ತಂದೆ ತಾಯಂದರ ಆಸ್ತಿ ಸಂಪತ್ತು ಮಾತ್ರ ಅಲ್ಲ, ತಂದೆ ತಾಯಂದರ ಆಸ್ತಿಯ ಸಂಪತ್ತು ಜೊತೆಯಲ್ಲಿ ಅವನು ಸಮುದಾಯದ ಮತ್ತು ದೇಶ ಸಂಪತ್ತಾಗಿ ಮಾರ್ಪಡುವಂಥ ಬೇರೆ ಬೇರೆ ಕಾರ್ಯಕ್ರಮ ಜೊತೆಯಲ್ಲಿ ಇಂತಹ ಸರಳ ಸಾಮೂಹಿಕ ಒಂದು ಕಾರ್ಯಕ್ರಮ ಮಾಡುವ ಮೂಲಕ ಇನ್ನೊಂದು ಕುಟುಂಬದ ಕಣ್ಣೀರನ್ನು ಒರೆಸುವಂಥ ವಿಶೇಷವಾದ ಕೆಲಸ ಮತ್ತು ಮನೋಭಾವನ ಹಂಚಿಕೊಳ್ಳಿಕ್ಕೆ ಈ ಕಾರ್ಯಕ್ರಮ ಜೊತೆ ಹಮ್ಮಿಕೊಂಡಿದ್ದಾರೆ. ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ವಿಶೇಷ ಶುಭಾಶಯ ಸಲ್ಲಿಸಿ, ಅಲ್ಲಾಹ್ ತಾಲಾ ನಮ್ಗೆ ಕೊಟ್ಟ ಜೀವನ ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಮಗಾಗಿ ಬದುಕಲಿಕ್ಕೆ ಅಲ್ಲ, ನಮಗಾಗಿ ಬದುಕಬೇಕಾದ್ರೆ ಇಷ್ಟೆಲ್ಲ ಕಷ್ಟಪಡಬೇಕಂತಿಲ್ಲ, ಏನಾದರೂ ಸಿಂಪಲ್ ಆಗಿ ಬದುಕಬಹುದು. ನಾವು ನಮಗಾಗಿ ಬದುಕುವುದಲ್ಲ, ನಾವು ಇನ್ನೊಬ್ಬರಿಗಾಗಿ ಬದುಕಬೇಕೆಂಬ ಸ್ಪಷ್ಟವಾದ ಸಂದೇಶವನ್ನು SYSನ ಅಧ್ಯಕ್ಷರು, ಪದಾಧಿಕಾರಿಗಳು, SSFನ ಸಂಘಟಕರು ಸೇರಿಕೊಂಡು ಈ ರೀತಿ ಯುವ ಸಮುದಾಯಕ್ಕೆ ಮಾರ್ಗದರ್ಶನ ನೀಡಿ ಇಂಥ ಕಾರ್ಯಕ್ರಮ ಮೂಲಕ ಉತ್ತಮವಾದ ಸಂದೇಶವು ಇದು ಸಮಾಜ ಮತ್ತು ದೇಶಕ್ಕೆ ಕೊಟ್ಟಂತ ಅತ್ಯುತ್ತಮವಾದ ಸಂದೇಶ. ಎಲ್ಲ ಯುವಕರು ಉಲೇಮಾಗಳ ಮತ್ತು ಹಿರಿಯರ ಮಾರ್ಗದರ್ಶನ ಮುಂದೆ ಹೋಗಬೇಕು, ಪ್ರೀತಿ ವಿಶ್ವಾಸ ಸೋದರತೆಯಿಂದ ಮುಂದೆ ಹೋಗಿ ಭಾರತೀಯರೊಂದು ಸ್ಪಷ್ಟವಾದ ನಿಲುವಿನಿಂದ ಹೋಗುವಂತ ಅವಕಾಶ ಆಗಲಿ, ಉಲೇಮಾಗಳ ಮಾರ್ಗದರ್ಶನ ತಾವೆಲ್ಲ ಮುಂದೆ ಹೋಗುವಂತ ಅವಕಾಶ ಆಗಲಿ ಅಂತ ಹೇಳಿಕೊಳ್ತಾ, ಬಹುಶಃ ಹಿಂದೆ ಕಮರುಲ್ ಉಲೇಮಾ ಹೇಳಿದಾಗ ಇವತ್ತು ಒಂದು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಿದ್ದೇನೆ, ಈಗ ಬಹುಶಃ ಇನ್ನೊಂದು ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಅಲ್ಲಾಹ್ ತಾಲಾ ಆ ಒಂದು ಅವಕಾಶ ಕೊಟ್ಟರೆ ಖಂಡಿತವಾಗಿ ಅವಕಾಶ ಮಾಡ್ತಂತ ಹೇಳಿಕೊಂಡು ನಿಮ್ಮೆಲ್ಲರ ದುವಾ ಆಶೀರ್ವಾದ ನಾನು ಇವತ್ತು ಬೇಡಿಕೊಳ್ತಾ ನನ್ನ ಎರಡು ಮಾತು ಮುಗಿಸ್ತೀನಿ. ಅಸ್ಲಾಂ ಅಲೈಕುಂ ರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. താങ്ക് യു മിനിസ്റ്റർ അവರಿಗೆ. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ഷെയ്ഖുന താജുൽ ശരിയ സമസ്തയുടെ ഉപാധ്യക്ഷനാണ്. ഒന്നരായ ഉസ്താദ് ഒരു രണ്ട് വാക്ക്. SYS സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹുസൈൻ സാദി ഉസ്താദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ നിക്കാഹിന്റെ സദസ്സ് ആരംഭിക്കുകയാണ്. വളരെ ക്ഷീണവും, നമുക്കറിയാം ഇന്നലെ രാത്രി വരെ കോഴിക്കോട് വലിയൊരു പരിപാടി സംബന്ധിച്ച് രാത്രി തന്നെ ഉസ്താദ് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് രാവിലെ ഇങ്ങോട്ടെത്തി, തീരെ ഉറക്കില്ലാതെ വിശ്രമം ഇല്ലാതെ ഇന്ന് രാവിലെ കർണാടകയിലെ സുന്നി മുസ്ലിമീങ്ങളുടെ ആസ്ഥാനം അടിയാർ കണ്ണൂറിന്റെ പരിസരത്ത് അതിന്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ച് നേരെ ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ആരും റൂമൊന്ന് പുറത്തു വരെ ഇറങ്ങിയില്ല, അത്രയും പ്രയാസമുണ്ടായിട്ടും ഇവിടെ ഒരു ചെറിയ പ്രവർത്തകനെ പോലെ നമ്മോടൊപ്പം ഇരിക്കുന്നത് അർഹമുർറാഹിമായ അല്ലാഹുവിനെ പേടിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ നിന്ന് എന്നെ നോക്കി കാണുന്നല്ലോ. ഹബീബായ റസൂലുള്ളാഹിന്റെ ഖൽബിൽ എന്റെ ഓട്ടവും എന്റെ പാച്ചലും എന്റെ പരിശ്രമം കൊണ്ട് ഹബീബിന്റെ സന്തോഷമാണ്. ആ ഹബീബ് വിശുദ്ധ മദീനയിൽ നിന്ന് സന്തോഷിക്കണം. ആ ഹബീബായ റസൂലുള്ളാഹിന്റെ
മുഖം എനിക്ക് കാണണം, അവിടുത്തെ തണൽ കൊണ്ട് എന്നൊക്കെ ആഗ്രഹിച്ചാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖമറുൽ ഉലമ ഉസ്താദ് ഈ വേദിയിൽ നമ്മോടൊപ്പം ഇരിക്കുന്നത്. ഇത് നമ്മളൊക്കെ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമ്മള് കൂടുതൽ പ്രസംഗിച്ച് ഉസ്താദിന്റെ ക്ഷമ പരിശോധിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇൻഷാ അല്ലാഹ് നിക്കാഹിന്റെ സദസ്സിനോട് സഹകരിക്കണം. അടുത്ത വർഷത്തെ കല്യാണത്തിന് വേണ്ടി നമ്മുടെ ചുള്ളിക്കോട് സഖാഫി ഉസ്താദ് പിന്നീട് അറിയിച്ചാൽ മതി എന്ന് ഉണർത്തിയെങ്കിലും സംഘാടകരുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു 10 കുട്ടികളുടെങ്കിലും കല്യാണത്തിന്റെ വക ഇവിടുന്ന് നമ്മുടെ മുമ്പിൽ ആയി കഴിഞ്ഞാൽ ബാക്കി ഇൻഷാ അല്ലാഹ് ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നൊരു ധൈര്യമുണ്ടാക്കാൻ ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവർകൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ശരീഅ അലക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇവരൊക്കെ ഒന്ന് ദ്വാരന്ന് കിട്ടിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാ മുസീബത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി ദൂരത്താകുമെന്ന് സംശയമില്ല. അവർ ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആറക്കാൻ പോകുന്നു. അതിന് മുമ്പ് ഈ സദസ്സിലുള്ളവർ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു പവണോ 2 3 1 മുഴുവനോ ഒരു കുട്ടിന്റെ മുഴുവനോ ഏത് നിലക്കാണ് ഏറ്റെടുക്കുന്നത്. അതുപോലെ നേരത്തെ ഒരു സുഹൃത്ത് അടുത്ത വർഷത്തെ കല്യാണത്തിന്റെ മുഴുവൻ ഭക്ഷണം പറഞ്ഞു. ഇനി അടുത്ത വർഷം മുഴുവൻ ആ കല്യാണത്തിന്റെ അതിലുള്ള ഇറച്ചി, ചിക്കനും അതുപോലെ മറ്റു കാര്യങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റെടുത്തവരുണ്ട്. അതുപോലെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ വർഷം മുഴുവൻ പെൺകുട്ടികളുടെ 5 പെൺകുട്ടികൾ 5 അങ്ങനെ പെൺകുട്ടികളെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രങ്ങൾ തന്നെ അൽഹംദുലില്ലാഹ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അത് ഏറ്റെടുത്തവരുണ്ട്. അതുപോലെ മറ്റു കാര്യങ്ങൾ ഏറ്റെടുത്തവരുണ്ട്. ലീസ്റ്റുകൾ നിക്കാഹി കഴിയുമ്പോൾ ഇവിടെ എത്തണം. കൂടുതൽ നിങ്ങളെ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ടവരല്ല. നിങ്ങൾ എല്ലാവരും അത് ഉൾക്കൊള്ളുന്നവരും അതിനെ സ്നേഹിക്കുന്നവരും അങ്ങനെയുള്ള കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കളും പ്രവർത്തകന്മാരാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഈ നിക്കാഹിന്റെ സദസ്സ് ഇവിടെ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് അവസാനം ദുആർക്കുന്നതിന് മുമ്പ് ഇവിടെ ലീസ്റ്റ് വായിക്കും. ഇൻഷാ അല്ലാഹ് സമയത്ത് എല്ലാവരും ഉൾപ്പെടണം. നമ്മുടെ സംഘാടകർക്ക് സന്തോഷമാവണം. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദിന്റെ അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല സർവ്വ ശർറുകളിൽ നിന്ന് പാലം പൊളിക്കുന്നവരോ ഇനി ലോകം തന്നെ അട്ടിമറിക്കുന്നവരോ വന്നാലും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദിന്റെ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി മടവൂർ തങ്ങളുടെയും ഒലിവിന്റെയും അതുപോലെ വടകര മുഹമ്മദ് ആജി തങ്ങൾ അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന മുഴുവൻ ഔലിയാക്കളുടെയും സാദാത്യങ്ങളെയും എന്തിനേറെ പറയുന്നു ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് ലോകത്ത് മുഴുവനും സഞ്ചരിച്ച് പറയുന്ന ഒരു നേതാവിനെ ഇന്ന് ലോകത്ത് കാണിക്കാൻ മഹാനായ ഖമറുൽ ഉലമയെ അല്ലാതെ കാണാൻ കഴിയില്ല. ആ നിലക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ആ നിലക്ക് റസൂലുള്ളാഹിന്റെ മുഹബ്ബായ ആശിഖായ ഒരാളെ ഒതുക്കി അമർത്താമെന്ന് ഇല്ലാതെയാക്കാമെന്ന് അല്ലെങ്കിൽ തളർത്തിക്കളയാമെന്ന് ആരാഗ്രഹിക്കുന്നെങ്കിലും അല്ലാഹു അവരെ പരാജയപ്പെടുത്തും. അവരെ ശബ്ദം ലോകത്ത് കേൾക്കുകയില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ അടുത്ത വർഷത്തെ നിക്കാഹിനും സന്തോഷത്തിൽ വരാനുള്ള ഒരു വലിയ സന്തോഷം ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ അടുത്ത വർഷത്തെ കല്യാണത്തിനുള്ള സഹകരണത്തിന്റെ ലിസ്റ്റ് ഇവിടെ വായിക്കുമ്പോൾ 15 കുട്ടികളെ കല്യാണത്തിന്റെ സ്വർണം ആയി എന്ന് പറഞ്ഞാൽ ഉസ്താദിന് വലിയ സന്തോഷമായിരിക്കും. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉണ്ടാക്കണം. ഒരു പവൻ നമ്മുടെ കാദറാജിന്റെ മരുമകൻ ഒരു സ്വർണം ഒരു പവൻ ഇവിടെ നേരിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാപ്പുഞ്ഞാജി മക്കളും കൂടി 3 പവൻ. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് മുസ്തഫ മാലിക് ദിനാർ 1 പവൻ.
ഉസ്മാൻ ഹാജി CM നഗർ അരപ്പ ഒരു ജോഡി ഒരു പെൺകുട്ടിയുടെ മുഴുവൻ കല്യാണത്തിന്റെ ചെല്ലും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പെട്ടെന്ന് ലീഷ് പറയണം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ദാറുൽകട്ടയിൽ വെച്ച് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ എന്ത് വന്നാലും നമ്മെ പിടിച്ച് നിർത്തി ആ വഴിയിൽ നമുക്ക് ശക്തി നൽകുന്ന ഉപദേശം നിർദ്ദേശങ്ങൾ വളരെയധികം തിരക്കുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്ന് വൈകുന്നേരം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗവും അൽ-മദീന സ്ഥാപനത്തിന്റെ ശില്പിയും നിരന്തരം സുന്നത്ത് ജമാഅത്തിന്റെ നാട്ടിലും ഗൾഫിലും ഓടി പാവങ്ങളായ കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സ്ഥാപനത്തിന്റെ നേതൃത്വമായ ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇന്ന് വൈകുന്നേരം ദാറുൽകട്ടയിൽ നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് എല്ലാവരും നേരെ ദാറുൽകട്ടയിലേക്ക് മഹാനായ ഖബറുൽ ഉലമ ഉസ്താദിന്റെ ആ സദസ്സ് വളരെ ഗംഭീരമുള്ളൊരു സദസ്സാക്കി തീർക്കാൻ എല്ലാവരും എത്തണമെന്നും കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. എച്ചിക്കൽ അല്ലെ എച്ചിക്കൽ ഹാജിയായിരുന്നു നമ്മളെ മോനാജി 33,333 ഉറുപ്പിക അൽഹംദുലില്ലാഹ് അടുത്ത കല്യാണത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇനി ലീസ്റ്റുകൾ ഇൻഷാ അല്ലാഹ് നിക്കാഹ് കഴിഞ്ഞ് ദുആറക്കത്തിന്റെ മുമ്പ് വായിക്കും. എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കണം. നിക്കാഹിന്റെ സദസ്സ് ആരംഭിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ആ കാര്യത്തിൽ ഏർപ്പെടും എന്നുണർത്തുന്നു. 8 കൗണ്ടറുകളിൽ വെച്ചു നിക്കാഹ് നടത്തുന്നുണ്ട്. കൗണ്ടർ 1 ശൈഖുന സുൽത്താനുൽ ഉലമ, 2 ശൈഖുന അലിക്കുഞ്ഞ് ഉസ്താദ്, കൗണ്ടർ 3 ആദൂർ തങ്ങൾ, കൗണ്ടർ 4 അബ്ബാസ് ഉസ്താദ്, കൗണ്ടർ 5 മാണി ഉസ്താദ്, കൗണ്ടർ 6 ചുള്ളിക്കോട് ഉസ്താദ്, കൗണ്ടർ 7 KC റോഡ് ഉസ്താദ്, കൗണ്ടർ 8 ഉസ്മാൻ സാനി. 8 കൗണ്ടറുകളിലായിട്ട് നിക്കാഹ് നടക്കുന്നുണ്ട്. പുതിയാപ്പളമാരും ബന്ധപ്പെട്ടവരും ഓരോ കൗണ്ടറിൽ വന്നിട്ട് ഇരിക്കേണ്ടതാണ് ഏറ്റവും പെട്ടെന്ന്. പേര് ആവശ്യമില്ല. ഓരോരോ പുതിയാപ്പളമാർ പേര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പുതിയാപ്പളമാരും ബന്ധപ്പെട്ടവരും കൗണ്ടറിൽ പെട്ടെന്ന് ഹാജരാകേണ്ടതാണ്. ഒരേ സമയത്ത് 8 കൗണ്ടറുകളിൽ വെച്ചു നിക്കാഹ് നടക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിക്കാഹ് നടക്കുമ്പോൾ പുതിയാപ്പളമാരെ കാണുന്നതിന് തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ ആരും നിൽക്കരുത്. എല്ലാവരും ഇരുന്ന് തന്നെ സഹകരിക്കേണ്ടതാണ്. ദയവ് ചെയ്തിട്ട് എല്ലാ നിക്കാഹിന് റെഡിയാവുന്ന വലിയും പുതിയാപ്പളയും വന്നിരിക്കണം വളരെ പെട്ടെന്ന്. ഫയൽ നമ്പർ 1 മുതൽ 8 വരെയുള്ള പുതിയാപ്പളമാർ